അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിന്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ശരിക്ക് ശരി നൽകാം. അപ്പൊ താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചതിന് മാത്രം ശരി നൽകുക. ഓരോ ചോദ്യത്തിനും 2 വീതം ആൻസർ നൽകിയിട്ടുണ്ട്. ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ ചൊല്ലണം. അൽഹംദുലില്ലാ, അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ ഏതാണ് ശരി? അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത്, നിസ്കാരത്തിൽ 2-ാം സലാം വീട്ടൽ സുന്നത്ത്, നിർബന്ധം. സുന്നത്ത് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത്, സുജൂദിൽ തലയുടെ ഭാരം നിലത്ത് പതിയണം, നിലത്ത് പതിയേണ്ടതില്ല. അപ്പൊ നിലത്ത് പതിയണം എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത്, 2 സുജൂദിനിടയിൽ ഇരിക്കൽ സുന്നത്താണ്, ഫർളാണ്. അപ്പൊ അവിടെ ഫർളാണ് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത്, വലാ യഗിസ്സു മൻ അലൈക ആദൈത. അപ്പൊ ആദൈത എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ആറാമത്തെ ചോദ്യം, തബാറക്ത റബ്ബന വതആലംത വതആലൈത. അപ്പൊ അവിടെ വതആലൈത എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം 2 എണ്ണം വീതം എഴുതാം എന്നുള്ളതാണ്. അവിടെ 3ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനും 2 വീതം മാത്രം ആൻസർ എഴുതുക. അപ്പം ഒന്നാമത്തെ ചോദ്യം, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ. കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? നിസ്കാരത്തിന്റെ ഫർളുകളിൽ വല്ലതും ഒഴിവാക്കുക, ഏതെങ്കിലും ഷർത്തിന് ഭംഗം വരിക, 2 അക്ഷരമോ അർത്ഥമുള്ള 1 അക്ഷരമോ ഉച്ചരിക്കുക, തുടർച്ചയായി 3 തവണ അനങ്ങുക, ഉമിനീർ അല്ലാത്ത ഏതെങ്കിലും വസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഇതെല്ലാം നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളാണ്. ഏതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ ഏതെല്ലാമാണ്? ഒരു കാലിൽ നിൽക്കൽ. അടുത്തത്, നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വയ്ക്കൽ, തലയും ചുമലും തുറന്നിടൽ, മുകളിലേക്ക് നോക്കലും തിരിഞ്ഞു നോക്കലും, നടുവിന് കൈകൊടുക്കൽ, വസ്ത്രം, മുടി എന്നിവ ചുരുട്ടിവെക്കൽ. അപ്പം ഇവയെല്ലാം എന്തിൽപ്പെട്ടതാണ്? നിസ്കാരത്തിൽ കറാഹത്തായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി മൂന്നാമത്തത്, ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. ഏതെങ്കിലും 2 എണ്ണമാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. എന്തെല്ലാമാണ്? അക്ഷരങ്ങളുടെ മഖ്റജുകൾ, വിശേഷണങ്ങൾ, ഷദ്, മദ്, ഇവയെല്ലാം ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പൊ അവിടെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതെന്താക്കണം? പൂർത്തിയാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തത്, വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അപ്പൊ അവിടെ മസീഹി ദജ്ജാൽ എന്നുള്ളതാണ് എഴുതാനുള്ളത്. അത് എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അപ്പൊ അവിടെ ഇന്നക ഹമീദു മജീദ് എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, അസ്സലാമു അലൈക്കും എന്നതാണ് സലാമിന്റെ വചനം. വറഹ്മത്തുള്ളാഹ് എന്ന് കൂടി പറയൽ സുന്നത്തുണ്ട്. അപ്പൊ അവിടെ പറയൽ സുന്നത്തുണ്ട് എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തത്, അത്തുമഇനീനത്തു, അനക്കം അടങ്ങുകയാണ് ഇതിന്റെ വിവക്ഷ. അപ്പൊ അവിടെ വിവക്ഷ എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി 4ാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലവട്ടം മടക്കി നിസ്കരിപ്പിച്ച നിസ്കാരം ഏതാണ്? അതിന്റെ ഉത്തരം തുമഇനീനത്ത് ഇല്ലാത്ത നിസ്കാരം. രണ്ടാമത്തത്, ഒരു വിശ്വാസിയെ കൂടുതൽ അള്ളാഹുവുമായി അടുപ്പിക്കുന്ന ഇബാദത്ത് ഏതാണ്? ഉത്തരം നിസ്കാരം. മൂന്നാമത്തെ ചോദ്യം,
വുളൂഇന് നിസ്കാരത്തിന്റെ സമയം ആയി എന്ന് ഉറപ്പ് വരുത്തണം ആര്? ഉത്തരം നിത്യവും അശുദ്ധിയിൽ ഉള്ളവർ. അപ്പൊ നിത്യവും അശുദ്ധിയിൽ ഉള്ളവരാണ് വുളൂഇന് നിസ്കാരത്തിന്റെ സമയം ആയി എന്ന് ഉറപ്പ് വരുത്തേണ്ടത്. നാലാമത്തത് നജസിൽ പെടാത്ത ശവങ്ങൾ ഏതാണ്? നജസിൽ പെടാത്ത ശവങ്ങൾ ഏതാണ്? മനുഷ്യൻ, മത്സ്യം, ജറാദ്. അഞ്ചാമത്തെ ചോദ്യം, വിസർജനം ഹറാമാണ് എവിടെ? ഉത്തരം മറ കൂടാതെ ഖിബ്ലക്ക് മുന്നിട്ടും പിന്നിട്ടും. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ഫർളായ കുളിയുടെ നിയ്യത്ത് ഏതാണ്? കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ഇതാണ് ഫർളായിട്ടുള്ള കുളിയുടെ നിയ്യത്ത്. രണ്ടാമത്തത്, വുളൂഇൽ 2 മുൻകൈ കഴുകുമ്പോൾ ചൊല്ലേണ്ടത് അഊദും ബിസ്മിയും 2 ഷഹാദത്തും പിന്നെ അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറ. മൂന്നാമത്തത്, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ എഴുതുക. എന്തെല്ലാമാണ്? ഉറക്കം, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത്. ഇനി നാലാമത്തത്, അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ്? സ്വദഖ്ത വ ബരിർത. അഞ്ചാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടത് അല്ലാഹു അക്ബർ. ഇനി ആറാമത്തെ പ്രവർത്തനം ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. വലിവാലിദയ്യ സഗീറ ഇർഹംഹുമ കമാ റബ്ബയാനി റബ്ബി ഇഗ്ഫിർലി. അപ്പം അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ റബ്ബി ഇഗ്ഫിർലി വലിവാലിദയ്യ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്ന് വരും. ഒന്നുകൂടെ നോക്കാം. റബ്ബി ഇഗ്ഫിർലി വലിവാലിദയ്യ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ. ഇനി അടുത്ത പ്രവർത്തനം, ഏഴാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യമാണ് നൽകിയിട്ടുള്ളത്, റബ്ബി ഇഗ്ഫിർലി ഡാഷ് വജ്ബുർനി ഡാഷ് വഹ്ദിനി. അപ്പം അത് പൂരിപ്പിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? റബ്ബി ഇഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് വരും. ഇനി എട്ടാമത്തെ പ്രവർത്തനം അർത്ഥം എഴുതാം എന്നുള്ളതാണ്. ചോദ്യം 1, വബാരിക് ലി ഫീമ അഅ്തൈത്. അപ്പം അതിൻ്റെ അർത്ഥം എങ്ങനെ വരും? നീ നൽകിയതിൽ എനിക്ക് നീ ബറക്കത്ത് നൽകണമേ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.